സുപ്രഭാതം പത്രത്തിൽ നയമാറ്റം സംഭവിച്ചതിനാലാണ് ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതെന്ന് എഡിറ്ററും പബ്ലിഷറുമായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി. ഇത് പരിഹരിക്കേണ്ടതുണ്ട്. വിഷയം അടുത്ത മുഷാവറ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും നദ്വി പറഞ്ഞു. അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുഖപത്രം എന്ന് പറയപ്പെടുന്ന സുപ്രഭാതത്തിൽ ചില നയമാറ്റങ്ങൾ, വ്യതിയാനങ്ങളൊക്കെ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട്. അത് പരക്കെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ നയമാറ്റത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് അതിൻ്റെതായ വഴിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിന് പോകാനുള്ള ശ്രമങ്ങൾ നടത്തപ്പെടും. അപ്പോൾ ഈ നയമാറ്റം ഉള്ളത് കൊണ്ട് ഈ പശ്ചാത്തലത്തിൽ അതിൽ പങ്കെടുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ അതിൽ പോകാതിരുന്നത്. സമസ്തയുടെ മുഷാവറ യോഗങ്ങളിൽ അത് സംബന്ധിച്ച ചർച്ചകൾ നടക്കും, അതിനുള്ള പരിഹാരങ്ങൾ അന്വേഷിക്കും. അങ്ങനെ പരിഹാരങ്ങൾ നടപ്പാക്കപ്പെടും. സാജിദ് അജ്മൽ മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. സാജിദ്, ഈ പത്രത്തിന്റെ എഡിറ്ററും പബ്ലിഷറുമാണ് ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി. അദ്ദേഹം തന്നെ ആരോപിക്കുകയാണ് പത്രത്തിന് നയമാറ്റമെന്ന്. എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? അജിംസ്, ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ നയവും നിലപാടുകളും സാധാരണ തീരുമാനിക്കുന്നത് അതിന്റെ എഡിറ്റർ ആയിരിക്കും. എന്നാൽ സുപ്രഭാതം പത്രത്തിന്റെ എഡിറ്ററും പബ്ലിഷർ കൂടിയായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി സുപ്രഭാതം പത്രത്തിന് ചില നയവ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ നയമാറ്റം സംഭവിച്ചത് കൊണ്ടാണ് താൻ ഗൾഫ് എഡിഷൻ എന്ന പേരിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ സുപ്രഭാതം പത്രത്തിന്റെ പ്രധാനികളായ പലരും ഇടതുപക്ഷത്തോട് അടുക്കുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഇത് സുപ്രഭാതം പത്രം എന്നുള്ളതോടൊപ്പം തന്നെ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഉള്ള രണ്ട് ആശയധാരകൾ തമ്മിലുള്ളൊരു ഏറ്റുമുട്ടൽ കൂടിയായി നമ്മൾക്ക് കാണേണ്ടതുണ്ട്. ഒരു വിഭാഗം പരമ്പരാഗതമായ രീതിയിൽ പോകുന്നു, മറ്റൊരു വിഭാഗം മുസ്ലിം ലീഗിന് എതിരെ നിലകൊള്ളുകയും ചെയ്യുന്നു. ഈ പുതിയ സമസ്ത, ടീം സമസ്ത എന്ന പേരിലെല്ലാം രൂപപ്പെട്ട പുതിയ വിഭാഗത്തിന്റെ കൈകളിലാണ് സുപ്രഭാതം പത്രമുള്ളത്. പക്ഷേ അതിന്റെ എതിർപക്ഷത്തുള്ള ബഹാവുദ്ദീൻ നദ്വിയാണ് ഈ പത്രത്തിന്റെ എഡിറ്ററും പബ്ലിഷറുമായി ഉള്ളത്. ഇപ്പോഴത്തെ സുപ്രഭാതത്തിന്റെ മുന്നോട്ട് പോക്കിൽ അദ്ദേഹത്തിന് കടുത്ത അതൃപ്തിയുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അദ്ദേഹം അത് പരസ്യമായി പറയുകയും ചെയ്യുന്നു. അടുത്ത മുഷാവറ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനം എടുക്കും എന്ന് പറയുന്നു. നമുക്കറിയാം, ഈ സുപ്രഭാതം പത്രത്തിൽ ഈ ഹമീദ് ഫൈസി അമ്പലക്കടവ്, അതുപോലെ തന്നെ മുസ്തഫ മുണ്ടുപാറ, സത്താർ പന്തല്ലൂർ തുടങ്ങിയ ആളുകളാണ് അതിന്റെ പ്രധാന പോസ്റ്റുകളെല്ലാം തന്നെ ഇരിക്കുന്നത്. ഇവരോടുള്ള ഒരു അഭിപ്രായ ഭിന്നത കൂടിയാണ് അദ്ദേഹം ഇന്നത്തെ ഈ വാക്കുകളിലൂടെ പറയുന്നത്. ശരി സാജിദ്.